ബഹുമാനപ്പെട്ട ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവർ, പരിപാടി ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വകുപ്പ് അധ്യക്ഷ ശ്രീ മഞ്ജുറൂമിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ സത്യൻ സാർ, ആദരണീയനായ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ പ്രിയപ്പെട്ട ബെന്യാമിൻ, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ബഹുമാനപ്പെട്ട നസീബ് സാർ, കേരള പഠന വിഭാഗം ഡയറക്ടറും അറിയപ്പെടുന്ന സാംസ്കാരിക വിമർശകനുമായ ഡോക്ടർ CR പ്രസാദ് സാർ, എഴുത്തുകാരിയും വിവർത്തകയും അധ്യാപികയുമായ പ്രിയപ്പെട്ട പ്രിയ വർഗീസ് ടീച്ചർ, യാത്രയെഴുത്തിൻ്റെ പുതിയ പാഠങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സജി മർക്കസ് സാർ ഇവിടെയുണ്ട്, ലിംഗരാഷ്ട്രീയത്തിൻ്റെ മനോവിജ്ഞാനീയ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ടിസി മറിയം ഇവിടെയുണ്ട്, എൻ്റെ സഹപ്രവർത്തകരും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫ് അംഗങ്ങളും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാഹിത്യം എന്ന കേവല സങ്കല്പനത്തിൽ നിന്ന് എഴുത്ത് എന്ന വലിയ ഒരു പരികൽപ്പനയിലേക്ക്, പാഠത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്ന കാഴ്ചപ്പാടിലേക്ക് ചരിത്രം മാറി സഞ്ചരിച്ചപ്പോൾ എഴുത്തിനൊപ്പം തന്നെ വായനയും ഒരു ചരിത്ര ദൗത്യവും രാഷ്ട്രീയ പ്രഖ്യാപനവും ആയി മാറേണ്ട അനിവാര്യതയാണ് ഉണ്ടായത്. രചയിതാവിൽ നിന്ന് സ്വീകർത്താക്കളിലേക്ക് എന്നതുപോലെ എഴുത്തിൽ നിന്ന് വായന പല കാലങ്ങളിലേക്ക്, പല സാമൂഹിക രൂപഘടനകളിലേക്ക് നിരന്തരം പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്തിൽ ജീവിക്കുന്നത് കൊണ്ട് വിശേഷിച്ചും നമ്മുടെ വായനകളൊക്കെയും അതേത് ജാഗ്രതയാവട്ടെ അതൊക്കെ തന്നെയും നമ്മോട് ആവശ്യപ്പെടുന്ന ചില ചരിത്ര ദൗത്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ സഞ്ചാര സാഹിത്യം എന്ന ഒരു വിശേഷണത്തിനപ്പുറം യാത്ര എഴുത്ത് എന്ന് കുറച്ചുകൂടി സാംസ്കാരികവും ബൗദ്ധിക രാഷ്ട്രീയ ജ്ഞാന മണ്ഡലങ്ങളെ അഭിസംബോധന ചെയ്യുന്നതുമായ ഒരു പരികൽപ്പനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ചരിത്രത്തിന്റെ നേർ സാക്ഷ്യം എന്ന പഴയ സങ്കല്പനത്തെ വായനയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ജാക്ക് ദെറിഡയും റൊലാൻഡ് ബാർത്തുമൊക്കെ അട്ടിമറിച്ച ആ ചരിത്ര വായനകളെയൊക്കെ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നവരാണ് പുതിയ കാലത്തിന്റെ വിദ്യാർത്ഥികളും ഗവേഷകരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, വായനയുടെ, വ്യാഖ്യാനങ്ങളുടെ, സംവാദങ്ങളുടെ ഒക്കെ കാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ഗവേഷണാഭിമുഖ്യങ്ങൾ തീരെ ചെറുതല്ല. അതായത് എഴുത്തിന്റെ ചരിത്രപരത എന്ന് പറയുന്നത് ഒരിക്കലും നിശ്ചലമായ ഒന്നല്ല. അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിനും സാമൂഹ്യ രൂപീകരണത്തിനും അനുസരിച്ച് വീണ്ടും വീണ്ടും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ സാംസ്കാരിക രാഷ്ട്രീയ ആഖ്യാനങ്ങൾ കൂടിയാണ് എന്നും നമുക്ക് അറിയാം. അതായത് കഴിഞ്ഞുപോയ കാലത്തിന്റെ ചരിത്രത്തെയും ദേശത്തെയും അതേപടി രേഖപ്പെടുത്തുക എന്നതിനപ്പുറം, ഭൂതകാലത്തെ അതേപടി നോക്കിക്കാണുക എന്നതിനപ്പുറം അപകടകരമായ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ആ വർത്തമാനകാലം മനസ്സിൽ രൂപപ്പെടുത്തുന്ന അനേകം അർത്ഥസാധ്യതകളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഭൂതകാലത്തിലേക്കും ദേശചരിത്രങ്ങളിലേക്കും നോക്കണം, സഞ്ചരിക്കണം എന്ന വാൾട്ടർ ബെഞ്ചമിന്റെ വാക്കുകളും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ആ സ്ഥിതിക്ക് യാത്രകൾക്ക് ഒരിക്കലും സമൂഹ രൂപങ്ങളുടെ ശ്രേണീകരണങ്ങളെ, സാമ്പത്തിക ക്രമങ്ങളെ, രാഷ്ട്രീയ വ്യവസ്ഥകളെ പരിഗണിക്കാതെ ഒരു യാത്രയെഴുത്തും സാധ്യമല്ല. അങ്ങനെ ഒരു യാത്രയെഴുത്തും പിറവി കൊള്ളുന്നില്ല. കാരണം ഈ പറയപ്പെട്ടവയുടെയൊക്കെ പരോക്ഷമായ സ്വാധീനതകളെങ്കിലും ഇവയിലെല്ലാം കടന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയൊരു
ചർച്ചയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഞാൻ വെറുതെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ സത്യൻ സാറിനോട് പറയുകയായിരുന്നു, മലയാള വിഭാഗത്തിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഒത്തുചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാ, ഞങ്ങൾക്ക് ഒരു പുതിയ പരിപാടി ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് യാത്ര എഴുത്തിനെ സംബന്ധിക്കുന്ന ഒരു ഏകദിന സെമിനാറാണ് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഞാൻ എൻ്റെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സത്യൻ സാറിനെ പോലെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു എഴുത്തുകാരനെ, ഒരു മികച്ച അധ്യാപകനെ കിട്ടിയത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും കേരളത്തിലെ വിവിധ ജ്ഞാന സംസ്കാരത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. സത്യൻ സാറിൽ നിന്ന് കേരള സമൂഹം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സത്യൻ സാർ വന്നതിന് ശേഷം വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ പല പ്രവർത്തനങ്ങളും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത് നമ്മൾ കണ്ടു. ഞങ്ങളോടൊപ്പം ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് സാറ് കാണിച്ച മനസ്സിന് വലിയ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ കേരള സർവകലാശാല മലയാള വിഭാഗത്തിന് വേണ്ടി സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പ്രിയപ്പെട്ട ബെന്യാമിൻ. ഫേസ്ബുക്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ചെറുകുറിപ്പ് കൊടുക്കാൻ നേരം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ബെന്യാമിനെ ഞാൻ എങ്ങനെ വിശേഷിപ്പിക്കും? അദ്ദേഹത്തിന്റെ നോവലുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ എഴുത്തിന്റെ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടോ, അതിലെ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടോ, അത് സാമ്പ്രദായികമായി അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടോ എങ്ങനെ ബെന്യാമിനെ വിശേഷിപ്പിക്കും എന്നൊരു ചെറിയൊരു സന്ദേഹം വന്നപ്പോൾ ഞാനൊരു വിശേഷണം കൊടുത്തു. പലരും കണ്ടു കാണും. അതിജീവിതരുടെ ഹൃദയ സഞ്ചാരിയായ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ. അവിടെ ഒരു ആ സഞ്ചാരം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അതിന്റെ ഒരു ബോധ്യം ഉണ്ടായിരിക്കും മനസ്സിൽ. ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനെ ആ ഒരു പ്രയോഗത്തെ ഒരു സിമ്പലായി തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് എനിക്കിഷ്ടം. സാറിന്റെ അറിവിലേക്ക് ഒരു കാര്യം പറയുകയാണ്. കേരള സർവകലാശാല മലയാള വിഭാഗത്തിൽ സാറിന്റെ കൃതികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ രൂപത്തിലുള്ള ഗവേഷണ PhD പ്രബന്ധങ്ങളും MPhil പ്രബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാറിന് സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈബ്രറി ഒന്ന് സന്ദർശിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രിയപ്പെട്ട സാറിനെ പോലെ ഒരു വലിയ എഴുത്തുകാരൻ മലയാള വിഭാഗത്തിലേക്ക് വരുന്നത് തികച്ചും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ സൗഭാഗ്യമാണ്. സാറിനെ സ്നേഹപൂർവ്വം മലയാള വിഭാഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം. കേരള സർവകലാശാല എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ കർമ്മധീരതയുടെ ഒരു പ്രതിനിധാനമാണ്. പുതിയ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാർ ഇപ്പൊ പറയും ഞാൻ ജാള പറയുകയാണെന്ന്. കേരള സർവകലാശാലയുടെ എല്ലാ പുതിയ കാലത്തിന്റെ പരിഷ്കരണത്തിന്റെയും ഒരു കർമ്മധീരതയുടെ പ്രതീകം തന്നെയാണ് നസീബ് സാർ. ഈ അക്കാഡമിക് പ്രവർത്തനങ്ങൾക്ക് പുതിയ കാലത്തിനിണങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് ചുവടുവയ്പ്പുകൾ സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിച്ച് സാറിനെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. അദ്ദേഹം മലയാള വിഭാഗത്തിന്റെ തന്നെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ മലയാള വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, എല്ലാവർക്കും അറിയാം. മാർഗദർശിയാണ്, വിദ്യാർത്ഥികൾക്കെല്ലാം പരിചിതം. ഏറ്റവും പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വിശദീകരിച്ചൊക്കെ പറയുന്നത്. നസീബ് സാറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് കേരള സർവകലാശാല മലയാള വിഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ 1 പ്രതീകം ഡോക്ടർ സി പ്രസാദ് സാറാണ്. അന്നും ഇന്നും കുറെ കാര്യങ്ങൾ പ്രസാദ് സാർ രൂക്ഷമായി എന്നെ നോക്കുന്നു. സാറ് നോക്കിയത് ഞാനിപ്പോൾ കേരള പഠനത്തിലാണ്. അല്ല, സാറ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെയാണ്. മലയാളത്തിന്റെ നേതൃത്വമാണ്. സാറിനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പ്രിയ വർഗീസ്. ഒരുപാട് നാളായില്ല ഞങ്ങൾ കൂട്ടുകാരായിട്ട്. പ്രിയ ടീച്ചറിനെ കുറിച്ച് അതും ഇതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രിയ ടീച്ചർ ഒരു മികച്ച വിവർത്തകയാണ്. ദീർഘകാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ടീച്ചർ വിവർത്തകയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ലൊരു എഴുത്തുകാരിയാണ്, നല്ല പ്രഭാഷകയാണ്, മികച്ച ഒരു അധ്യാപികയാണ്. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കാണുന്നത് പോലെ പ്രിയ ടീച്ചറിനെ അടുത്തറിഞ്ഞാലേ ടീച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ടീച്ചർ കുറച്ചു കാലമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ
അസോസിയേറ്റ് റിസർച്ച് ഓഫീസറായി വന്നിട്ട് ടീച്ചറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആ രീതിയിലല്ല, പുതിയ രീതിയിൽ തന്നെ നിങ്ങൾ ടീച്ചറിനെ നോക്കിക്കാണാൻ ശ്രമിക്കണം. ടീച്ചറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജി മാർക്കോസ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നേരിട്ട്. പക്ഷേ സാറിന്റെ സംവാദങ്ങൾ പലപ്പോഴും പല ആലോചനകൾക്കും പ്രേരകമാകുന്ന തരത്തിൽ സാറിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പുതിയ സോഷ്യൽ മീഡിയയുടെ ഒരു പദശൈലി ഉപയോഗിക്കുകയാണെങ്കിൽ സാറിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലരും സാറിനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും പുതിയ അറിവുകൾ നമുക്ക് തരുന്നവരെല്ലാം നമ്മുടെ അധ്യാപകർ തന്നെയാണല്ലോ. അപ്പൊ ആ ഒരു സ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ട് സാറിനെയും ഈ സമ്മേളനത്തിലേക്ക്, സാറിന്റെ ഒരു പേപ്പറുണ്ട്, അത് മോഡറേറ്റ് ചെയ്യുന്നത് ശിവദാസ് സാറാണ്. സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ പേരൊന്ന് എടുത്തു പറയുകയാണ്. മറ്റൊരാൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഡോക്ടർ ടിസി മറിയം തോമസ്. ടിസി ടീച്ചറിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറാണ്. കുറെ കാലം മുമ്പേ ഞാൻ വിചാരിക്കുന്നത് ടിസിയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കണം. പിന്നെ ടിസിയും എപ്പോഴും തിരക്കിൽ, ഞാനും എപ്പോഴും തിരക്കിൽ. അത് ഒത്തുചേർന്നില്ല. അവസാനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ടി വന്നു ടിസിയെ ഒന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ. ടിസിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെയും സത്യൻ സാറിന്റെയും സഹപ്രവർത്തകരായ മുഴുവൻ വ്യക്തികളെയും, കേരള സർവകലാശാലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്ന എല്ലാ വിദ്യാർത്ഥികളെയും സുഹൃത്തുക്കളെയും, അതുപോലെ ഞങ്ങൾക്ക് എപ്പോഴും സാങ്കേതിക സഹായം തരുന്ന ക്ലിഫിലെ ധനേഷ് ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷ ഡോക്ടർ സീമ ജെറോം, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന ബെന്യാമിൻ, ഡോക്ടർ നസീബ്, സിആർ പ്രസാദ്, പ്രിയ വർഗീസ്, എൻ്റെ സുഹൃത്തുക്കളായ സജി മാർക്കോസ്, ശിവദാസൻ, മറ്റ് ഈ വിഭാഗത്തിലെ അധ്യാപകരെയും എൻ്റെ പ്രിയമുള്ള കുട്ടികളെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് NVയുടെ കാലത്ത് ആ പേരിന് നല്ല അർത്ഥവത്തായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാലം മാറുമ്പോൾ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം പുസ്തക പ്രസാധന രംഗത്തേക്ക് മാത്രം ഒതുങ്ങിപ്പോയി എന്നത് ചരിത്രം. ആ പൂർവ്വകാലത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ള മിനിമം ദൗത്യമെങ്കിലും ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ അവിടെയുള്ള എല്ലാ ആളുകൾക്കുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സെമിനാർ നടത്തുക എന്നത്, ആ സെമിനാറിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പേപ്പറുകൾ വീണ്ടും പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു ഹാളിൽ ഇരുന്നല്ല ഗവേഷകരും അധ്യാപകരും അടങ്ങുന്ന ഒരു ജ്ഞാന സമൂഹത്തിന്റെ മുമ്പിൽ ഇത് ചർച്ച ചെയ്യുക എന്നുള്ളത് ഒക്കെ വളരെ ബോധത്തോടെ ഇനി മുതൽ അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഇത് ഒരു സെമിനാർ പരമ്പരയുടെ ആരംഭമാണ്. ഇവിടെ നിന്ന് തുടങ്ങുന്നു. ഈ സെമിനാർ പരമ്പരയുടെ ഉദ്ഘാടനമാണ് നമ്മുടെ പ്രിയ എഴുത്തുകാരൻ ബെന്യാമിൻ നിർവഹിക്കുന്നത്. ആദ്യത്തെ വിഷയം യാത്രയെഴുത്തിന്റെ രാഷ്ട്രീയ പാഠങ്ങളാണ്. നമുക്കറിയാം, സഞ്ചാര സാഹിത്യം, നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ സഞ്ചാര സാഹിത്യം എന്നതിൽ നിന്ന് ഈ യാത്രയെഴുത്തിലേക്കുള്ള മാറ്റം തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ്. നമ്മളുടെ സഞ്ചാരം, നമ്മൾ ഓരോ ആളുകളും കേവലം നാട്ടിലൂടെയുള്ള സഞ്ചാരത്തിനപ്പുറം നമ്മൾ പുതിയ ലോകത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും, എല്ലാ നാളുകളിലും, എല്ലായിടത്തും.
അങ്ങനെ പുതിയ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള സഞ്ചാരമാണ്. ജീവിതത്തിലെ ആ പുതിയ പുതിയ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇപ്പൊ കേവലം നാട്ടിലെ സഞ്ചാരത്തിനപ്പുറത്തേക്കൊക്കെ സഞ്ചാരം വളർന്നിരിക്കണം. അതോടൊപ്പം പോവാൻ, അതിന് പ്രേരണയാവാൻ ഉള്ള ഒരു ഇടപെടൽ കൂടിയാണ് ഈ സെമിനാർ എന്ന് ഞാൻ കരുതുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഓരോ സെമിനാറിനോടൊപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പുസ്തക പ്രദർശനം കൂടി വെക്കാൻ ഉദ്ദേശിച്ചത്, ഈ വിദ്യാർത്ഥികളായ നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് പുസ്തകം വാങ്ങുമെന്ന് ധരിച്ചിട്ടല്ല. പക്ഷേ ആ പുസ്തകത്തെ പരിചയപ്പെടാൻ അവിടെ ഒന്ന് പോകണം. ഒന്ന് ആ പുസ്തകം എടുത്ത് ഒന്ന് തലോടി അവിടെ വെക്കണം. ഒരുപാട് പുസ്തകങ്ങൾ, 13 കോടിയുടെ പുസ്തകങ്ങൾ വിൽപ്പനയ്ക്കായി ഞങ്ങളുടെ ഗോഡൌണിൽ നിൽക്കുന്നുണ്ട്. അത് അവിടെ കെട്ടിവെക്കാനുള്ളതല്ല എന്ന നല്ല ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പരിപാടികളിലൊക്കെ ഒരു ദിവസമാണെങ്കിൽ പോലും ഞങ്ങൾ ഈ പുസ്തകം കൂടെ കൊണ്ടുവരും. അതൊന്ന് കാണാനും ഒന്ന് തലോടാനും ഒക്കെ കുട്ടികളായ നിങ്ങൾക്ക്, അത് പിന്നീട് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ് ഞങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എഴുത്തിന്റെ ലോകത്തേക്കൊക്കെ കടന്നു വരേണ്ടവരാണ് നിങ്ങൾ. തീർച്ചയായും ഈ സെമിനാർ പരമ്പരയുടെ ഉദ്ഘാടനവും അനുബന്ധമായിട്ട് സെമിനാറും വിജയിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. നല്ല ചർച്ചകളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേവലം ഇവിടെ അവതരിപ്പിക്കുന്ന പേപ്പർ അവതരണം കഴിഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിലേക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ പ്രവേശിക്കാത്ത ചില ഏരിയയിലേക്കൊക്കെയാണ് ഈ സെമിനാറിലൂടെ നമ്മൾ കടന്നു പോകും. ഡാർക്ക് ടൂറിസം, വംശഹത്യയുടെ യാത്രാ ഭൂപടങ്ങൾ സജി മാർക്കോസ് അവതരിപ്പിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ചോദിക്കാനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ക്രിയാത്മകമായ ചോദ്യങ്ങളും ഇടപെടലുകളും ഉണ്ടായി ഈ സെമിനാർ സാർത്ഥകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ സെമിനാർ പരമ്പരയുടെ ഉദ്ഘാടനത്തിനായി എൻ്റെ പ്രിയ സുഹൃത്ത് ബെന്യാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഗീതമായ നമസ്കാരം. എക്സ്പ്രസിസ്റ്റ് സിനിമയുടെ ആചാര്യനായിരുന്ന കാൾഡ്രയർ ഒരിക്കൽ എക്സ്പ്രസിസ്റ്റ് സിനിമയെക്കുറിച്ച് വലിയൊരു പ്രഭാഷണം നടത്താൻ വേണ്ടി സഞ്ചരിക്കുമ്പോൾ തൻ്റെ കാറിൽ അടുത്തിരിക്കുന്ന സുഹൃത്തിനോട് ചോദിച്ചു, ഞാനൊരു വലിയ പ്രഭാഷണം നടത്താൻ പോവുകയാണ്, പെട്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ ഈ എക്സ്പ്രസിസ്റ്റ് സിനിമ എന്താണെന്ന്. എന്ന് പറഞ്ഞതുപോലെയാണ് സത്യത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരു എഴുത്തുകാരനായതുകൊണ്ട് എന്ത് ഭാഗ്യം ലഭിച്ചു എന്ന് ചോദിച്ചാൽ കുറേയേറെ യാത്രകൾ നടത്താൻ അവസരം ലഭിച്ചു എന്നാണ് ഞാൻ എപ്പോഴും പറയുക. 2, എനിക്ക് അപരിചിതരായ ഒത്തിരി മനുഷ്യരുടെ സ്നേഹം ലഭിക്കുവാനും അവസരം ലഭിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ പാർക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരു തവണയെങ്കിലും കാലുകുത്താനുള്ള ഒരു അവസരം ലഭിച്ചത് നിശ്ചയമായിട്ടും ഒരു എഴുത്തുകാരനായതുകൊണ്ടാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയേറെ വലിയ തുകകളൊന്നും മുടക്കി യാത്ര ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതിയിലൊന്നുമല്ല ഞാനുള്ളത്. പക്ഷേ പലതരത്തിൽ പല വായനക്കാർ സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ടുപോയി ലോകം കാണാൻ, പലതരത്തിലുള്ള മനുഷ്യരെ പരിചയപ്പെടാൻ, സാംസ്കാരികപരമായ വൈവിധ്യങ്ങൾ അനുഭവിച്ചറിയാനൊക്കെ അവസരം ലഭിച്ചുവെങ്കിൽ പോലും പെട്ടെന്ന് അതിനെക്കുറിച്ച് ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു സെമിനാർ പരമ്പര തന്നെ ഉണ്ടാവുന്നു. അതിന് ഉദ്ഘാടകനായി വന്ന് നിങ്ങളോട്, പ്രത്യേകിച്ച് ഭാഷയിൽ വിഷയത്തിലൊക്കെ ഉപരി പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പിൻബലവും ഇല്ലാത്ത ഞാൻ എന്ത് സംസാരിക്കുമെന്നുള്ള ഒരു ആധിയിലാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആടുജീവിതം 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചിലരെങ്കിലും പഠിക്കാനുണ്ടായിരുന്നു എന്ന് കരുതിയാൽ. ഒരു വർഷത്തെ ചോദ്യപേപ്പറിൽ ആടുജീവിതത്തെ സംബന്ധിച്ച് 4 ചോദ്യങ്ങളുണ്ടായിരുന്നു.
പക്ഷെ ഞാനതെടുത്ത് നോക്കിയിട്ട് ഈ 4 ചോദ്യത്തിന്റെ ഈ ഉത്തരം എനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ എഴുത്തും ഈ പഠനവും ഗവേഷണവും ഒക്കെ വളരെ വിദൂരസ്ഥമായ ഒന്നായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഭാഷണ പരമ്പര ഇവിടെ സംഘടിപ്പിക്കാൻ കാരണമാവുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെയുള്ള കെ അബ്ദുൽ ഹക്കീം മാഷിന്റെ ആഫ്രിക്കൻ യാത്രകളുടെ സാംസ്കാരിക ദൂരങ്ങൾ എന്ന് പറയുന്ന പുസ്തക പ്രകാശനത്തിന്റെ ഒരു അനുബന്ധം എന്ന നിലയിൽ അതിനോട് ചേർന്നോ ഒക്കെ നടത്തുന്ന ഒന്നാണ്. ആ പരിപാടി പ്രസ് ക്ലബിൽ വെച്ച് 2 ദിവസം മുമ്പേ നടന്നപ്പോൾ വളരെ ഉജ്ജ്വലമായ ചില പ്രഭാഷണങ്ങൾ അവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ആ പുസ്തകം തന്നെ യഥാർത്ഥത്തിൽ മലയാളത്തിൽ നിന്നുണ്ടായിട്ടുള്ള 2 പ്രമുഖങ്ങളായ യാത്രകളുടെ പഠനങ്ങളാണ്. എസ്.കെ. പൊറ്റക്കാട് ആഫ്രിക്കയിലേക്ക് നടത്തിയ യാത്രയും അതിനുശേഷം അതേ പാതയിലൂടെ സക്കറിയ 50 വർഷത്തിന് ശേഷം നടത്തിയ പാതയും തമ്മിൽ, അല്ലെങ്കിൽ ആ യാത്രയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സാംസ്കാരിക ദൂരങ്ങളെ കുറിച്ചുള്ള ഒരു മനോഹരമായ പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഒരു യാത്രയുടെ രാഷ്ട്രീയ പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു സെമിനാർ പരമ്പരയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അന്നവിടെ സൂചിപ്പിച്ചതുപോലെ മലയാളി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നുമായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വേണം യഥാർത്ഥത്തിൽ നമ്മൾ യാത്രകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാൻ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മുടെ അറിവിൽ ഏറ്റവും ആദ്യം യാത്ര ചെയ്ത ആൾക്കാരായിരിക്കും എന്നുള്ള ഒരു ചോദ്യത്തിൽ നമ്മുടെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് കബ്രാളിന്റെ കപ്പലിൽ കയറിപ്പോയ ഇടികളൻ എന്നും പറങ്ങോടൻ എന്നും പറയുന്ന 2 ചെറുപ്പക്കാരാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി യാത്ര ചെയ്ത് പുറം ലോകത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. സത്യത്തിൽ അത് എന്താണ് രേഖപ്പെടുത്തി വെച്ച ഒരു ചരിത്രം മാത്രമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിനു മുമ്പ് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമ്മുടെ ചിരിയിൽ നിന്നും യവനന്മാരുടെയും ഒക്കെ കപ്പലുകൾ വരികയും നമ്മുടെ തുറമുഖങ്ങളിൽ നങ്കൂരമിടുകയും നമ്മുടെ സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന കൂട്ടത്തിൽ കപ്പലുകളിൽ കയറി എത്രയോ ആളുകൾ ഇതിനു മുമ്പേ യാത്ര ചെയ്തിട്ടുണ്ടാവാമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എഴുതപ്പെട്ട ചരിത്രത്തിൽ ഇവർ 2 പേരുടെ പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയ കാലത്ത് ദിനിൽ പോളിനെ പോലെയുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അടിമകളായി കേരളത്തിൽ നിന്ന് ധാരാളം ഇടങ്ങളിലേക്ക് മലയാളികൾ, അല്ലെങ്കിൽ അന്ന് മലയാളികളെന്ന് വിശേഷിപ്പിക്കാം അല്ലേ, അപ്പോഴേക്കും ഒരു 1700-കളൊക്കെ ആയല്ലോ. അപ്പോൾ നിശ്ചയമായിട്ടും മലയാളികളെന്ന് വിശേഷിപ്പിക്കാവുന്നവർ പല ഇടങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്, അടിമകളായി പിടികൂടപ്പെട്ട് പോയിട്ടുണ്ട്. നമ്മുടെ പ്രമുഖ ചരിത്രങ്ങളിൽ ഒന്നും രേഖപ്പെടുത്താത്ത തരത്തിലുള്ള യാത്രകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പുതിയ കണ്ടെത്തലുകൾ ധാരാളമായി നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെ അന്ന് അവിടുത്തെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമല്ലാതിരുന്ന ഒരിടത്ത് നിന്ന് യാത്രകൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള യാത്രകൾ കേന്ദ്രീകരിച്ച് ഒരു പ്രഭാഷണ പരമ്പര നടത്തുന്നത് എന്നുള്ളതാണ്. 2-3 തലമുറ മുമ്പ് വരെ യാത്രകൾ ഇത്തരത്തിൽ നമ്മളെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയിട്ടുള്ള യാത്രകൾ, അല്ലെങ്കിൽ ആവശ്യാനുസരണമുള്ള യാത്രകൾ ഒക്കെയാണ് സംഭവിച്ചത് എങ്കിൽ നമ്മളുടെ ബഹുഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഒരു യാത്രയ്ക്ക് തയ്യാറാവുന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ധാരാളമായി സോളോ യാത്രയ്ക്ക് പോലും തയ്യാറാവുന്ന ഒരു കാലത്തിലാണ്. ഞാൻ പലയിടങ്ങളിൽ യാത്രയ്ക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കാണുന്നുണ്ട്. പെൺകുട്ടികൾ ധീരതയോടുകൂടി ഒരു ബാഗൊക്കെ തൂക്കി വളരെ സന്തോഷത്തോടുകൂടി ഒരു തലമുറ മുമ്പ് ഒരു സ്ത്രീക്ക് ഒരിക്കലും ചിന്തിക്കാനാവാത്ത വിധത്തിൽ നമ്മളുടെ യാത്രകളുടെ വൈവിധ്യം, യാത്രകൾ തുറന്നു വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു ഇടത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പക്ഷേ ഈ യാത്ര പഠനത്തിന് വേണ്ട പ്രാധാന്യം ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നിയാണ്. ഓരോ യാത്രയ്ക്കും അതിൻ്റെതായ അതിനുള്ളിൽ ഒരു രാഷ്ട്രീയ പാഠവും ചേർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. ഓരോ യാത്രകളുടെയും ലക്ഷ്യങ്ങൾ ഓരോന്നാണ്. വിനോദ ഉല്ലാസ യാത്രകൾ മുതൽ പഠന യാത്രകൾ,
അല്ലെങ്കിൽ ആത്മീയ യാത്രകൾ, മുമ്പേ സൂചിപ്പിച്ചതുപോലെ അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയിട്ടുള്ള യാത്രകൾ, അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് കുടിയേറുന്നതിന് വേണ്ടിയുള്ള യാത്രകൾ, അങ്ങനെ പലതരത്തിലുള്ള യാത്രകൾ ഉണ്ടാവുമ്പോൾ ഓരോ തരം യാത്രകളുടെയും അനുഭവങ്ങൾ ഓരോന്നായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മളുടെ ഇന്ന് ലഭ്യമായിട്ടുള്ള ബഹുഭൂരിപക്ഷം യാത്രാ വിവരണ ഗ്രന്ഥങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ ക്ഷിപ്ര കാഴ്ചകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് ആദ്യമായി വന്ന് ഒന്ന് കറങ്ങി ഇങ്ങനെ കണ്ടുപോയി എഴുതുന്നതാണോ യഥാർത്ഥത്തിലുള്ള തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിന്റെ ജീവിതവും സാംസ്കാരിക പരിസരവും എന്ന് ചോദിച്ചാൽ അതായിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ നമ്മളുടെ ഇടയിൽ ലഭ്യമാകുന്ന, നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ യാത്രാ വിവരണങ്ങൾ എന്ന നിലയിൽ ആഘോഷിക്കപ്പെടുന്ന ബഹുഭൂരിപക്ഷം കൃതികളും ഇത്തരത്തിൽ ഒരിക്കൽ മാത്രം കണ്ട് അതാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിച്ച് അതിന്മേൽ ഉറപ്പിച്ച് അതിനെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദേശത്ത് ചെന്ന് അവിടെ ദീർഘകാലം ജീവിച്ച് അതിൽ നിന്നുള്ള അനുഭവങ്ങൾ പകർന്നു തരുമ്പോൾ ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായ മറ്റൊരു അനുഭവം നമുക്ക് പകർന്നു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യാത്രാ വിവരണങ്ങളൊന്നും, അത് പകർന്നു നൽകുന്ന സാംസ്കാരിക വിവരണങ്ങളൊന്നും തന്നെ ആധികാരികമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ആധികാരികമാവണമെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മറ്റു തരത്തിലുള്ള സുദീർഘമായ കാലയളവിന്റെ ഒരു പരിചയം അതാത് സമൂഹങ്ങളോട് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ വ്യക്തിയും അവിടെ ചെന്ന് കാണുമ്പോൾ, ഒരു കാഴ്ചകൾ കാണുമ്പോൾ അവന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, അറിവിൽ നിന്നുകൊണ്ട്, അയാളുടെ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് ഈ കാഴ്ചകൾ ഓരോന്നിനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥമാണ് അല്ലെങ്കിൽ അതാണ് ശരി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം അത്തരത്തിലുള്ള പഠനങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഹക്കീമാഷിന്റെ പുസ്തകമൊക്കെ വരുന്നത്. ഈ കാണുന്ന കാഴ്ചകൾ എങ്ങനെയാണ് യാഥാർത്ഥ്യവുമായി വേറിട്ട് നിൽക്കുന്നത്, ഈ കാഴ്ചകൾ ഇത്തരത്തിലാണ് നമ്മളുടെ ഉള്ളിലുള്ള ബോധ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തറഞ്ഞുപോയ നമ്മളുടെ ബോധങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകളുടെ മേൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എസ് കെ പൊറ്റക്കാടിനെ പോലെ ഒരാൾ അവിടെ പോയി ആഫ്രിക്കയിൽ യാത്ര നടത്തിയതിനു ശേഷം ഈ ആഫ്രിക്കൻ ജനതയെ കാപ്പിറ്റി എന്ന് വിളിക്കുന്ന ഒരു ബോധ്യം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കൊളോണിയൽ ബോധത്തിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള തരത്തിലുള്ള ഉജ്ജ്വലമായ പഠനമാണ് ആ പുസ്തകം. അപ്പോൾ നിശ്ചയമായിട്ടും തുടർന്ന് വരുന്ന സെഷനുകളിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നല്ല വിലയിരുത്തലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഒരുപക്ഷെ നമ്മളുടെ പലതരത്തിലുള്ള യാത്രകളുടെയും പരിമിതി എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയത്ത് പിൽക്കാലത്ത് കുടിയേറ്റങ്ങളുടെ ഭാഗമായി നടത്തിയിട്ടുള്ള വിവിധ യാത്രകളുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ആദ്യകാലത്ത് ശ്രീലങ്കയിൽ നിന്ന് തുടങ്ങി മറ്റനേകം രാജ്യങ്ങളിൽ വന്ന് ഇപ്പോൾ കാനഡയിൽ വരെ എത്തി നിൽക്കുന്ന കുടിയേറ്റങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടായ വളരെ കുറച്ച് യാത്രാ വിവരണങ്ങൾ കൂടിയുണ്ട്. അത് ഒരു പക്ഷേ കുറെ കൂടെ വ്യത്യസ്തമാണ്. ഈ പെട്ടെന്നുള്ള കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ചില അനുഭവങ്ങൾ കൂടി പകർന്നു നൽകുന്നുണ്ട്. സത്യത്തിൽ അത് നമ്മുടെ സാഹിത്യത്തിൽ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഗൾഫ് നാടുകളിൽ എത്രയോ വർഷമായി മനുഷ്യൻ താമസിക്കുന്നുവെങ്കിലും അവിടുത്തെ സാംസ്കാരിക പരിസരങ്ങളെ കൃത്യമായി എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം, ഒരു യാത്രാവിവരണ പുസ്തകം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാകുന്ന പുസ്തകങ്ങളിൽ പലതും പിൽക്കാലത്ത് എന്ത് ചെയ്യും, ആത്മകഥകളായി മാറുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പരിമിതി. അവനവന്റെ ജീവിതത്തെക്കുറിച്ച്, അവനവൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആ ദേശത്തെ യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിക്കാനോ ആ ദേശത്തെ പുറം കണ്ടുകൊണ്ട് ഒരു നിരീക്ഷണം നടത്താനോ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള 2-3 പുസ്തകങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്, ഒന്ന് എൽസി താരമംഗലം എഴുതിയിട്ടുള്ള അമരേന്ത്യൻ നോട്ട് പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. കാനഡയിലെ ഈ റെഡ് ഇന്ത്യൻ വംശജരുടെ ഇടയിൽ ജീവിച്ചിട്ട് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന വളരെ ചെറിയൊരു പുസ്തകം. പക്ഷെ വളരെ കൃത്യമായി ആ ജീവിതത്തെ
മുന്നോട്ട് കൊണ്ടുവരാൻ ആ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാത്തിമ മുബീൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള ഓ കാനഡ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകവും അത്തരത്തിലുള്ളതാണ്. അല്ലെങ്കിൽ മുസഫർ അഹമ്മദിന്റെ മരുഭൂമിയുടെ ആത്മകഥ വളരെ കൃത്യമായി നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണ്. അദ്ദേഹം ദീർഘകാലം സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് താമസിക്കുകയും ആ രാജ്യത്ത് നിന്നുകൊണ്ട് വളരെ പല പ്രാവശ്യം മരുഭൂമിയിലേക്ക് യാത്ര നടത്തുകയും ആ യാത്രകൾ ഓരോന്നും ഓരോ അനുഭവങ്ങളായി മാറുകയും മരുഭൂമി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയുടെ ഒരു ആത്മകഥ എഴുതുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നു. അത്തരത്തിൽ ഉള്ള യാത്രാനുഭവങ്ങൾ കുറവാണ് നമ്മുടെ ദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ യാത്രാ വിവരണ രംഗത്ത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റനേകം വിദേശത്തു നിന്ന് എഴുതിയ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവയൊക്കെയും പിൽക്കാലത്ത് ആത്മകഥകളായി മാറുന്നു എന്നുള്ളതാണ്. ആ ആത്മകഥകളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അവിടെ ചെല്ലുന്ന മനുഷ്യർ അവിടെ ചെന്ന് ആ സംസ്കൃതിയോട് ലയിച്ച് ചേരുകയും വേറിട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു പുറം മനുഷ്യൻ കാണുന്ന രീതിയിൽ അതിനെ കാണാൻ കഴിയാതെ പോവുകയും എഴുതുന്നതൊക്കെയും പലപ്പോഴും ആ ദേശത്തെക്കുറിച്ചുള്ള അവിടെ ലയിച്ചു ചേർന്നതിന്റെ തുടർച്ചയായിട്ടുള്ള പുകഴ്ത്തലുകളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നാം കാണേണ്ടത്. പുതിയ കാലത്ത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഗ്രീൻ പോളിനെ പോലെയുള്ള ചെറുപ്പക്കാർ ധാരാളമായി പഠനയാത്രകൾ, ശരിക്കും പഠനത്തിന് വേണ്ടി, തീസിസിന് വേണ്ടി, പുതിയ കാര്യങ്ങളുടെ കണ്ടെത്തലിന് വേണ്ടി ധാരാളം യാത്രകൾ ചെയ്യുന്നതിന്റെ അനുഭവങ്ങൾ നമുക്ക് അറിയാം. അവിടെ നിന്നാണ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഒഴിഞ്ഞു കിടന്ന ധാരാളം ഇടങ്ങളെ പൂരിപ്പിക്കുന്ന തരത്തിലേക്ക്. കാരണം നമ്മുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ എവിടെയും നമ്മുടെ ചരിത്രകാരന്മാർ കേരളത്തിൽ അടിമ ജീവിതം ഉണ്ടായിരുന്നു എന്നോ അത് ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ അടിമ കച്ചവടം നടന്നിരുന്നതെന്നോ തെളിവില്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് യൂറോപ്പിലേക്ക് യാത്ര ചെയ്ത് യൂറോപ്യൻ രേഖകൾ ശേഖരിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിൽപ്പൊളിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ സനൽമോഹനെ പോലെയുള്ളവർക്ക് കൊണ്ടുവരുന്ന പുതിയ അറിവുകൾ അത് പഠനയാത്രയുടെ ഒരു വലിയ പുതിയ മുഖമായിട്ട് മാറുന്നുണ്ട്. ഇപ്പം മുഹമ്മദ് കൂലിയെ പോലെയുള്ള ഒരാൾ വിദേശങ്ങളിൽ പോയി ധാരാളം നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഡച്ച് രേഖകളും ബ്രിട്ടീഷ് രേഖകളും ഒക്കെ പരിശോധിച്ചതിന് ശേഷം മലബാറിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ മരുവക്കത്തായ സമുദായത്തെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ധാരാളം പുതിയ പുസ്തകങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പൊതുവിടത്തിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് റമീസ് മുഹമ്മദിന്റെ സുൽത്താൻ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള പുസ്തകമാണ്. കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു ചിത്രം പോലും ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു രേഖയും ബാക്കിയില്ല എന്ന് വിചാരിച്ചിരുന്ന കേരളത്തിന് ഇത്രപോലും യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ ചിത്രം വരെ, ഒരു ഫോട്ടോ വരെ കണ്ടെത്തിക്കൊണ്ട് വരാൻ ഒരു പഠനയാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ യുവാക്കൾ വളരെ മുൻകാല യാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി, മുൻകാല ചരിത്രകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അറിവുകൾ തേടി സഞ്ചരിക്കുകയും അത് കണ്ടെത്തുകയും അത് കേരള സമൂഹത്തിന്റെ മുമ്പിൽ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ സന്തോഷകരമായ കാര്യമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ, പഠന യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ ഇനിയും തുറക്കപ്പെടാത്ത അനേകം വഴികൾ, ഇപ്പൊ മനുവസ് പിള്ളയെ പോലെ ഒരാൾ ഗവേഷണം നടത്തിയിട്ട് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒരു വലിയ ചരിത്രം ഒരു കഥാരൂപത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്രയധികം വ്യത്യസ്തമായ തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള സാധ്യതകൾ വളരെയേറെ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഈ യാത്രകളിൽ ഓരോന്നിലും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളാണ് ഒരുപക്ഷെ നമ്മളുടെ യാത്രയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ദേശത്തെ സംബന്ധിച്ചുള്ള എല്ലാ അനുഭവങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ഇതുവരെയുള്ള എല്ലാ ധാരണകളെയും അട്ടിമറിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പുതിയ കാലത്തിൽ. കാരണം നമ്മുടെ പുതിയ കാലത്തിൽ നമ്മൾ നടത്തുന്ന യാത്രകളൊന്നും തന്നെ ആ ദേശത്തിന്റെ ചരിത്രം പറയാനോ അവിടുത്തെ ഭൂമിശാസ്ത്രം വിവരിക്കാനോ അല്ല. അതിനൊക്കെ മറ്റനേകം മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എസ്.കെ. പൊറ്റക്കാട് യാത്ര ചെയ്യുന്ന കാലത്ത് നമുക്ക് ഒരുപക്ഷെ ആഫ്രിക്കയുടെ ചരിത്രം പറയണമായിരുന്നു, മലയാളികൾക്ക് ആഫ്രിക്കയുടെ ചരിത്രം അറിയില്ലായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ അവിടുത്തെ ഭൂമിശാസ്ത്രം അറിയില്ലായിരുന്നു, അവിടുത്തെ മനുഷ്യരെ കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ആ പുസ്തകങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗമായി വരേണ്ടതുണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് നമുക്ക് ദൃശ്യമാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട്, ഇന്റർനെറ്റ് പോലെയുള്ള അറിവുകളുടെ മാധ്യമങ്ങൾ ധാരാളമായി ഉള്ളതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ പുതിയ കാലത്തെ യാത്രകൾ പൂർണ്ണമായും
അനുഭവങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ കണ്ടുമുട്ടുന്ന മനുഷ്യർ പകർന്നു നൽകുന്ന പുതിയ അറിവുകൾ ഓരോന്നും നിശ്ചയമായിട്ടും നമ്മളുടെ ബോധ്യങ്ങളുടെ മേൽ പുതിയ ഒരു വെള്ളിടി പോലെ പതിക്കുകയും നമ്മൾ അതിൽ നിന്ന് നമ്മളുടെ തന്നെ ബോധ്യങ്ങളെ കുറിച്ച്, നമ്മളുടെ തന്നെ സംസ്കാരത്തെ കുറിച്ച്, നമ്മളുടെ തന്നെ ഇടപെടലുകളെ കുറിച്ച് ഒക്കെ നമ്മൾ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുകയും ആണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ആടുജീവിതത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ജോർദാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അബുദാബിയിൽ നിന്നാണ് വിമാനം കയറിയത്. അബുദാബിയിൽ നിന്ന് യാത്ര ചെയ്ത് ജോർദാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഫ്ലൈറ്റിൽ ഇരുന്നത് ഒരു അറബ് പൗരനാണ്. എനിക്ക് അറബിയൊന്നും അത്ര നന്നായി അറിയില്ലെന്ന് കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എയർ ഹോസ്റ്റസ് ഫുഡ് കൊണ്ടുവന്നു. അത് വിതരണം ചെയ്തു. ഞാൻ കഴിച്ചു. അപ്പോൾ കഴിച്ചതിന്റെ ബാക്കിയായ ഒരു ബന്ന്, ഒരു ചെറിയ കഷ്ണം ബന്ന് അധികം വന്നപ്പോൾ ആ അറബ് പൗരൻ, അതുവരെ എന്നോട് മിണ്ടാതിരുന്ന ആ അറബ് പൗരൻ എന്നോട് ചോദിച്ചു, ഈ ബന്ന് ഞാൻ എടുത്ത് കഴിച്ചോട്ടെ എന്ന്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. നമ്മളൊക്കെ വിശന്ന് കത്തിയിരുന്നാലും അപരിചിതനായ ഒരു മനുഷ്യനോട് ഒരു കഷ്ണം ബന്ന് ചോദിക്കാൻ ഒരിക്കലും നമ്മൾ തയ്യാറാവില്ല എന്നുള്ളതാണ്. പക്ഷെ അയാൾ അത് ചോദിച്ചു. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു ചീസ് ഉണ്ടായിരുന്നു, അതും കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ പാതി ഇംഗ്ലീഷിലും പാതി അറബിയിലും പാതി മലയാളത്തിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നീ എന്തെങ്കിലും ഒരു ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം റൊട്ടിയുടെ വില എന്താണ് എന്ന് നിനക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അഭയാർത്ഥിത്വത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന നമ്മളുടെ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന എല്ലാ ബോധ്യങ്ങളെയും എല്ലാ വിചാരങ്ങളെയും ഒരു മനുഷ്യൻ വന്നിട്ട് അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയാണ്. അതാണ് യാത്രയുടെ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിറിയയിലെ യുദ്ധം കാരണം അയാൾ, ആഭ്യന്തര യുദ്ധവും കലാപങ്ങളും കാരണം അയാൾ ജോർദാനിലേക്ക് ഓടി വന്ന് ജോർദാനിൽ 3 വർഷം അഭയാർത്ഥിയായി താമസിക്കുകയും പിന്നീട് അവിടെ ഒരു തൊഴിൽ ജോലി ലഭിച്ച ശേഷം തന്റെ ബന്ധുവിനെ കാണാൻ വേണ്ടി കുവൈറ്റിലേക്ക് പോയിട്ട് മടക്കയാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അഭയാർത്ഥിത്വം എന്താണ് എന്ന്, നമ്മളിൽ പ്രവാസം എന്താണ് എന്ന്, കുടിയേറ്റം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മളെ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മലയാളികൾ എല്ലാവരും പ്രവാസികളാണ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഏത് ദേശത്തേക്ക് പോയാലും. യഥാർത്ഥത്തിൽ നമ്മളെ പ്രവാസികളെന്ന് വിളിക്കുന്നതിൽ വലിയ വിയോജിപ്പുള്ള ഒരാളാണ്. നമ്മൾ വെറും സാമ്പത്തിക കുടിയേറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം. നമുക്ക് എപ്പോഴും തിരിച്ചു വരാൻ ഒരുപിടി മണ്ണ് കേരളത്തിൽ ബാക്കിയുള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ പ്രവാസികൾ എന്ന് വിശേഷിപ്പിക്കാനോ വിളിക്കാനോ ആവുക? അതിന്റെ അപ്പുറത്ത് തിരിച്ചു തരാൻ ഒരുപിടി മണ്ണില്ലാത്ത, വീടിനെ കുറിച്ച് സ്വന്തമില്ലാത്ത മനുഷ്യരുടെ നിലവിളികളുടെ പേരാണ് യഥാർത്ഥത്തിൽ പ്രവാസമെന്ന് ഒരു യാത്രയിലെ ഒരു അനുഭവം നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇതാണ് പുതിയ കാല യാത്രകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത്. ഒരു സമയം 2-3 വർഷം മുമ്പ് ഞാനും ഇവിടെയുള്ള സജി മാർക്കോസും കൂടി വിയറ്റ്നാം കംബോഡിയയിലും ഒരു യാത്ര നടത്തി. അവിടെ ഞങ്ങൾ വിയറ്റ്നാമിലെ ഈ കുന്നിൻചെരുവിലുള്ള നെൽപ്പാടങ്ങൾ, ഉയർന്ന നെൽപ്പാടങ്ങൾ, ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾ അത് ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. സാപ്പയിലെ നെൽപ്പാടങ്ങൾ എന്ന് പറയുന്നു, മനോഹരമായ കാഴ്ച. അപ്പൊ സാപ്പയിലെ നെൽപ്പാടങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി ഷാള് വിൽക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. അറിയാമല്ലോ, നമ്മൾ എവിടെ യാത്ര പോയാലും ചെറിയ കുട്ടികൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ വാങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് വരും. കച്ചവടക്കാർ ധാരാളം ഉണ്ടാവും. ഞാൻ ഒരിക്കലും ഈ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാത്ത ആളാണ്. കാരണം നമുക്കറിയാം വളരെ ഉയർന്ന വിലയായിരിക്കും. അത് നമുക്ക് അതേ നല്ല സാധനം ഒരു പക്ഷേ അതിന്റെ 4 വരയ്ക്ക് നമുക്ക് പുറത്ത് ലഭിക്കും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയ പറ്റിയില്ല അല്ലെങ്കിൽ തട്ടിപ്പിനിരയായത് ഈ യാത്രകൾക്കിടയിലാണ്. 2 വിശുദ്ധ നഗരങ്ങളിൽ വെച്ചാണ്. ഒന്ന് യെറുസലേമിൽ വെച്ച്, ഒന്ന് വത്തിക്കാനിൽ വെച്ചു. യെറുസലേമിൽ വെച്ച് ഞാൻ അന്ന് കുറെ കാലം മുമ്പാണ് ഒരു ഫിലിം റോൾ മേടിച്ചു. അപ്പോൾ എൻ്റെ അന്ന് ഈ ഫിലിമുള്ള നമ്മുടെ ഇലക്ട്രോണിക്സ് യുഗത്തിന് മുമ്പാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റോൾ തീർന്നതിന് ശേഷം ഞാൻ കൊഡാക്കിന്റെ ഒരു റോൾ ഫിലിം അവിടെ തെരുവിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് വാങ്ങിച്ചു. ഇനി തുടർന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന്. അങ്ങനെ ഞാൻ ആ റോൾ മേടിച്ചു. അന്ന് ഇതൊന്നും നോക്കാനുള്ള സൗകര്യമൊന്നുമല്ലോ. ഈജിപ്തിൽ വന്ന് പിരമിഡിന്റെ മുമ്പിൽ നിന്നൊക്കെ മനോഹരമായി ഗനയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നാട്ടിൽ വന്ന് വാഷ് ചെയ്തപ്പോഴാണ് ആ ഫിലിമിലുള്ള ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. അത് ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ പിരമിഡിന്റെ മുമ്പിൽ പോയി എന്നുള്ളതിന് എന്റെ മനസ്സിൽ മാത്രമല്ലാതെ യാതൊരു തെളിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത് വത്തിക്കാനിൽ പോയപ്പോ
അതിന്റെ മുമ്പിലുള്ള ഒരു കടയിൽ നിന്ന് ചെറിയൊരു സാധനം വാങ്ങിച്ചിട്ടാണ് അവിടെ ഞാൻ $2 സാധനം മേടിച്ചിട്ട് 20 യൂറോയുടെ ഒരു നോട്ട് കൊടുത്ത് അല്പം നേരം കഴിഞ്ഞാൽ 2 സ്ത്രീകളായിരുന്നു അവിടെ കച്ചവടം. ചില്ലറ മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അതിലൊരു സ്ത്രീ പുറത്തു പോയിട്ട് അല്പം നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു ആണെങ്കിൽ ഇല്ല, ഞാൻ നിന്റെ ബാക്കിയൊക്കെ നേരത്തെ തന്നായിരുന്നു, ഇത് ഞാൻ വേറെ ആവശ്യത്തിന് പോയതാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല. അവർ ഇറ്റാലിയൻ സംസാരിക്കുന്നു, നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നു, കുറെ നേരം വഴക്കൊക്കെ ഉണ്ടായിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്തരം യാത്രാ ഇടങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനോട് വളരെയേറെ മടിയുള്ള ആളാണ്. അങ്ങനെ ഈ പെൺകുട്ടി എന്റെ പിന്നാലെ ഇങ്ങനെ വന്ന് എന്നെ നിരന്തരം ഷാള് വാങ്ങിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷത്തിൽ ഒരു നിമിഷത്തിൽ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. അല്ലാതെ അവൾ പറയുന്നത്, നിന്റെ കയ്യിൽ പണം ഉള്ളത് കൊണ്ട് നീ എന്റെ ദേശത്തേക്ക് വന്ന് എന്റെ ഗ്രാമത്തിലേക്ക് വന്ന് എന്റെ ഗ്രാമം കാണാൻ നിനക്ക് കഴിഞ്ഞു. നീ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഷാൾ വാങ്ങിയാൽ എനിക്ക് ഇതുകൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയും, നിന്നെ പോലെ പഠിക്കാൻ കഴിയും, നാളെ ഒരിക്കൽ എനിക്ക് നിന്റെ ഗ്രാമത്തിലേക്ക് വന്ന് നിന്റെ ദേശം കാണാൻ കഴിയുമെന്ന് എന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് ആ പെൺകുട്ടി തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് എന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പുതിയ കാലത്തെ യാത്രകളിൽ നിന്ന് സാംശീകരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ അവിടെ പോയി എന്തോ സ്മാരകങ്ങൾ കണ്ടു, കുറെ മ്യൂസിയങ്ങൾ കണ്ടു, അതിനൊക്കെ ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് സജി അത് നിശ്ചയമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ആ ടൂറിസത്തിന്റെ ഭാഗമായി എന്തുകൊണ്ട് നമ്മൾ സ്മാരകങ്ങളും ഇത്തരത്തിലുള്ള ഓർമ്മ ഇടങ്ങളും കാണണമെന്നുള്ളത് മറ്റൊന്നാണ്. പക്ഷെ അത് മാത്രമല്ല, അവിടെ ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് തിരുവനന്തപുരത്ത് നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യനെ അല്ല നാളെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യരും യാത്ര ചെയ്യുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല അനുഭവങ്ങൾ ഇപ്പോ എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള എംപി പറഞ്ഞ മുസഫർ അഹമ്മദ് നാഗാലാൻഡിൽ പോയപ്പോ പോയ ഒരു അനുഭവം ഞാൻ അത് ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. നാഗാലാൻഡിൽ പോയി അദ്ദേഹം ഈ പട്ടി ഇറച്ചി വിൽക്കുന്ന മാർക്കറ്റ് കാണാം എന്ന് വിചാരിച്ച് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്തതാണല്ലോ, അപ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമാണല്ലോ എന്ന് കരുതി അദ്ദേഹം ഈ പട്ടിയിറച്ചി മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ പിന്നാലെ ഒരു ഏജന്റ് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ കടയിൽ നിന്ന് പട്ടിയിറച്ചി വാങ്ങരുത്, നിന്നെ അവർ ആട്ടിറച്ചി തന്ന് പറ്റിക്കും, അതുകൊണ്ട് യഥാർത്ഥ പട്ടിയിറച്ചി വിൽക്കുന്നത് മറ്റൊരു കടയിലാണ് എന്ന് പറയുന്ന അനുഭവം. നമ്മൾ ഇത് വളരെ വിലപിടിപ്പുള്ള ആട്ടിറച്ചിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നു പറ്റിക്കുന്ന മനുഷ്യനെ കുറിച്ച് മറ്റൊരിടത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു വ്യത്യാസം. സജീവ് തന്നെ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. സജീവ് ഇതിനകത്ത് ഒരു പക്ഷേ പറയാനിടയില്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ സജീവ് വാഷ്റൂമിൽ കയറണം. വാഷ്റൂമിൽ കയറാൻ വേണ്ടി സജീവ് ഇങ്ങനെ അവിടെ നിന്നപ്പോ ഈ ലേഡീസിലുള്ള അല്ലെങ്കിൽ ജെന്റ്സിലുള്ള വാഷ്റൂം കാണുന്നില്ല. കുറെ നേരം നിന്ന് ഇത് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ലേഡീസിനും ജെന്റ്സിനും വേറെ വേറെ വാഷ്റൂം ഇല്ല എന്നും ഇവർ രണ്ടുപേരും ഒരേ ഇടത്ത് തന്നെയാണ് പോകുന്നത് എന്നും. നമ്മൾ ഇത്രയൊക്കെ വലിയ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്നുവെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ എല്ലായിടത്തും ഒന്നിച്ചൊക്കെ ഒരേ അടുത്താണ് പോകുന്നതെങ്കിൽ പോലും പുറത്ത് നമ്മൾ പോകാൻ പറ്റില്ല. പക്ഷെ കുറെ കൂടി ഔന്നത്യമാർന്ന സംസ്കാരമുള്ള ദേശങ്ങളിൽ ചെല്ലുമ്പോൾ ഇത് രണ്ടും ഒരേ പോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന ഇത്തരം കാര്യങ്ങളിലുള്ള നമ്മൾ ഇപ്പോഴും എത്ര പിറകിലാണ് എന്നുള്ള ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാവുന്നത്. ഞാൻ അനുഭവങ്ങൾ ഇങ്ങനെ കൂടുതൽ പറയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ ശേഖരിക്കൽ തന്നെയാണ് പുതിയ കാലത്തെ യാത്ര. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരുന്ന് ടി വി കണ്ടാലോ ഇന്റർനെറ്റ് പരതിയാലോ യാത്രകളുടെ അനുഭവങ്ങൾ നമുക്ക് പകർന്നു കിട്ടിയില്ല എന്നുള്ളതാണ്. എത്ര പേർ സഞ്ചരിച്ചാലും എത്ര പേർ പോയ ഇടമായാലും നമുക്ക് പുതിയതായി പോകുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ പുതിയ ചില മനുഷ്യരെ കണ്ടെത്തും, പുതിയ ചില അനുഭവങ്ങളെ കണ്ടെത്തും. അത് തന്നെയാണ് എല്ലാ കാലത്തെയും യാത്രകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയെ ഞാൻ കരുതുന്നത്. വരും കാലത്തും യാത്രകൾ, യാത്രായെഴുത്തുകൾ, യാത്രാ പഠനങ്ങൾ, അത് തമ്മിലുള്ള താരതമ്യ പഠനങ്ങളൊക്കെ വളരെ പ്രധാനമാവുന്നത് ഈ അനുഭവങ്ങൾ കേന്ദ്രീകരിച്ച് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെമിനാറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ സെമിനാർ എന്ന് പറയുന്നത് ഇന്നത്തെ ഇത് യാത്രകളാണെങ്കിൽ ഒരു സെമിനാർ പരമ്പര തന്നെ നടക്കാൻ പോവുകയാണ്. അതൊരു വലിയ നിങ്ങളുടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് അധ്യാപക
ലോകത്ത് നിന്ന് പുറത്തുള്ളവർ, ഇപ്പൊ സജിയെ പോലെ ഒരാൾ എന്താണ് യൂണിവേഴ്സിറ്റി തലങ്ങളിലൊന്നും പഠിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അദ്ദേഹം തന്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന വേറിട്ട കാഴ്ചകൾ, അത് ഈ സെമിനാറുകളുടെ തുടർച്ചയായി ഈ എന്താണ് നിങ്ങളുടെ കരിക്കുലത്തിൽ നിന്ന് പുറത്തുള്ള ആളുകളെ അല്ലെങ്കിൽ അധ്യാപക ലോകത്തിന് പുറത്തുള്ള ആളുകളെ കൊണ്ടുവന്ന് നിശ്ചയമായിട്ടും ആ സെമിനാറുകൾ അവതരിപ്പിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും അത് ഇവർക്ക് വലിയ ഗുണമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ഒരു സെമിനാർ പരമ്പര നടക്കട്ടെ. ഇന്ന് നടക്കുന്ന യാത്ര എഴുത്തിന്റെ രാഷ്ട്രീയ പാഠങ്ങൾ എന്ന് പറയുന്ന സെമിനാർ ഏറ്റവും മനോഹരവും നിങ്ങളുടെ ബോധ്യങ്ങളുടെ മേൽ വെള്ളി പാറിക്കുന്നതുമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെമിനാർ പരമ്പര ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മള് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനാവുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. നിങ്ങള് ഇന്നിവിടെ നടക്കുന്ന ഈ സെമിനാറിൽ അവതരിപ്പിക്കുന്ന പേപ്പറൊക്കെ തന്നെ നിങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ഒരുപാട് അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇവരൊക്കെ പറയുന്നത്. അക്കാദമികമായ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാധാരണ എഴുത്തുന്നൊക്കെ അപ്പുറത്ത് സജിയെ പോലുള്ള ഒരാൾക്ക് ഇവിടെ എത്തണമെങ്കിൽ അത് പറയുമ്പോൾ ഞാൻ ഓർക്കുക, ഒരു നന്ദി പറയേണ്ടത് ഹക്കീമിനാണ്. ഹക്കീം കുറച്ച് വൈകി വന്നതുകൊണ്ട് ഒരു സ്വാഗതം പറയാൻ പറ്റിയില്ല, ഞാനിപ്പോൾ ഒന്ന് സ്വാഗതം ചെയ്യാണ്. ഹക്കീമിന്റെ ഒരു പുസ്തകം ആയി ബന്ധപ്പെട്ടാണ് ഈ സെമിനാർ നടക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഓരോ സെമിനാറും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന പുസ്തകമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നടക്കുക. അതുകൊണ്ട് ഇവിടെ ഈ സെമിനാറിന് നിമിത്തമായത് ഹക്കീമിന്റെ ഈ പുസ്തകമാണ്. അതോടൊപ്പം ഹക്കീമിന്റെ സൗഹൃദത്തിലാണ് സജിയെ ഇവിടെ എത്തിച്ചത്. സജി ബഹറിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഈ പരിപാടി നടത്താൻ ആദ്യം ആലോചിച്ചത് 26-ാം തീയതി ആയിരുന്നു ഈ പുസ്തക പ്രകാശനം നടത്താൻ ആലോചിച്ചത്. പക്ഷെ അത് ചില പ്രത്യേക കാരണങ്ങളാൽ 24-ന് നടത്തേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾ 24-ന് അത് അവസാനിപ്പിച്ച് ബെന്യാമിൻ ഒരു സിനിമയുടെ വലിയ തിരക്കിൽ നിന്നാണ് വരുന്നത്. ഈ രണ്ടുപേരും നിർബന്ധമായിട്ടും എന്തായാലും ആ പിന്നെ പുസ്തക പ്രകാശനത്തിൽ ഉണ്ടാവുന്നുള്ളതിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സെമിനാർ നിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹക്കീമിന്റെ സുഹൃത്തുക്കളാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും നമ്മളോട് സംവദിക്കാനും കഴിഞ്ഞു എന്നുള്ളതൊക്കെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. സജി മാർക്കൂസിന്റെ പേപ്പർ അടുത്ത് വരുന്നുണ്ട്. സാറിന്റെ ഒരു ക്രോഡീകരണം വരും, അപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ സമയം അപഹരിക്കുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് സിൻഡിക്കേറ്റ് അംഗം എസ് നസീബ് നിങ്ങളോട് സംസാരിക്കും. ആദരണീയനായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ഡോക്ടർ സത്യൻ സർ, ഉപാധ്യക്ഷ സീമ ജെറോം, അതിമനോഹരമായി ഒരു യാത്രാനുഭവം, എന്നാൽ ഒട്ടേറെ യാത്രാനുഭവങ്ങൾ സമ്മാനിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിൻ, ഹക്കീം ഉൾപ്പെടെ സിയാർ പ്രസാദ് സാറ്, ഹക്കീം ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, ശ്രീമതി ഡോക്ടർ പ്രിയ വർഗീസ്, സജി മാർക്കോസ്, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവർ, വളരെ മനോഹരമായ ഈ നിമിഷത്തിൽ ഹൃദയം നിറഞ്ഞ മധുരം നൽകിയ വാക്കുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് അതിനെ അസ്വസ്ഥപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഹക്കീം എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിന്നേക്കാൾ വലിയ കാലനാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് സംസാരിച്ച് പോരണം എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ ഭീഷണി എല്ലാ ആദരവോടെയും ഏറ്റെടുത്തുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യാത്ര ഒരു വലിയ അനുഭവമാണെന്ന് സത്യൻ മാഷാണ് പറഞ്ഞു തുടങ്ങിയത്. കുറച്ചൊക്കെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും യാത്രയെക്കുറിച്ചൊന്നും എഴുതാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മലയാളത്തിൽ ഒരുപാട് എഴുതിയ രാജൻ കാക്കനാടനെ പോലെയുള്ളവരോടൊപ്പം ഇരിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ
അടയാളപ്പെടുത്തിയിട്ടുള്ള മിക്ക രാജ്യങ്ങളെ സന്ദർശിച്ച തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ മകൻ ഷഹാർ ഹസൻ മുസ്ലിയാരുമായി ഇരുന്ന് ആ യാത്രയുടെ അനുഭവങ്ങൾ ഒരു കുട്ടിയെ പോലെ ഇരുന്ന് കേൾക്കാൻ എനിക്ക് സൗഭാഗ്യം കിട്ടി. യാത്ര ചെയ്യുന്നത് പോലെ ഇവിടെ സത്യമാഷ് ബെന്യാമിൻ പറഞ്ഞ് തീർന്നതിന് ശേഷം പറഞ്ഞ കാര്യമുണ്ട്. പോകാതെ തന്നെ യാത്ര ചെയ്യാനുള്ള വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് യാത്രയെ മനോഹരമായി രേഖപ്പെടുത്തിയ, അതിൻ്റെ വക്കിൽ രക്തം പൊടിയുന്ന തരത്തിൽ അവതരിപ്പിച്ച, തിളങ്ങുന്ന സൗന്ദര്യമുള്ളതാക്കി നമ്മുടെ മുന്നിൽ, നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച ഉജ്ജ്വലമായ യാത്രാനുഭവങ്ങളുടെ നിലയ്ക്കാത്ത സൗന്ദര്യമാണ് അത്തരം സാധ്യതകൾ നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം വലിയ സാധ്യതകളാണ് ശ്രീ സജി മാർക്കോസിനെയും അതുപോലെ തന്നെ ഹക്കീമിനെയും ഒക്കെ പോലെയുള്ളവർ ഈ പുതിയ കാലത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടെല്ലാം പറയാനുള്ളത്, ഈ ദിവസം ഒരു വലിയ സമ്മാനമാണ്. ജീവിതത്തെ അർത്ഥമുള്ളതാക്കി മാറ്റുന്നതിന് നമ്മുടെ പരിസരങ്ങളിലേക്കുള്ള യാത്രകളെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ യാത്രകളെ കണ്ണു തുറന്ന്, ആ അനുഭവങ്ങളെ കണ്ണു തുറന്ന് കാണാനും ആ കാഴ്ചകളെ വ്യക്തിപരമായി വിലയിരുത്തി സ്വയം നവീകരിക്കാനുമുള്ള വലിയ പ്രക്രിയയുടെ സാധ്യത ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഗവേഷകർ തിരിച്ചറിയും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അതിന് പര്യാപ്തമാകുന്ന തരത്തിൽ ഉജ്ജ്വലമായ ഒരു അനുഭവം കേരള സർവകലാശാലയ്ക്ക് മലയാളത്തെ സ്നേഹിക്കുന്നവർക്ക് സമ്മാനിക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ച വലിയ മനസ്സിന് കേരള സർവകലാശാല എല്ലാ ആദരവോടെയും നോക്കിക്കാണുകയാണ്. തീർച്ചയായും ഇത്തരം അനുഭവങ്ങൾ തുടർന്നും ഞങ്ങൾക്ക് സമ്മാനിക്കുന്നതിന് സത്യൻ മാഷിനെ പോലെയുള്ളവർ അവിടെ ഇരിക്കുന്നത് വലിയ സൗഭാഗ്യമായി ഞങ്ങൾ കാണുകയും ചെയ്യുകയാണ്. അത്തരം അനുഭവങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലെ ഉള്ളുന്ന ഒന്നായി തീരട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാർ പരമ്പരയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ CR പ്രസാദ് സർ, കേരള പഠന വിഭാഗം അധ്യക്ഷൻ, പരിചയപ്പെടുത്തേണ്ടതില്ല, അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എത്രയും പ്രിയപ്പെട്ട അധ്യക്ഷൻ, കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സത്യമാഷ്, സ്വാഗതം ആശംസിച്ച മലയാള വിഭാഗം അധ്യക്ഷ സീമ ജെറോം, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിൻ, ആശംസ അർപ്പിച്ച നസീബ് സാർ, കൃതജ്ഞത പറയുന്ന പ്രിയ വർഗീസ്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ. നസീബ് ഇവിടെ സൂചിപ്പിച്ച പോലെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ വാക്കുകൾ നിങ്ങൾ മിക്കവാറും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ യാത്ര എന്ന് പറയുന്നത്, ഈ യാത്ര എഴുത്തിന്റെ പാഠങ്ങൾ എന്ന് പറയുന്നത്, എങ്ങനെ സാഹിത്യം എന്ന് പറയുന്നത് ഒരു യാത്ര തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അത് നിർമ്മിതമായ ദേശത്തേക്കും നിർമ്മിതമായ വ്യക്തികളിലേക്കുമുള്ള ഒരു യാത്രയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചാര സാഹിത്യം എങ്ങനെ മാറുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വളരെ കൃത്യതയോടുകൂടി നമുക്ക് കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന, കാണാവുന്ന, സ്പർശിക്കാവുന്ന ഒരു ലോകത്തിലേക്കുള്ള ഒരു യാത്രയായി മാറും എന്നുള്ളതാണ് അടിസ്ഥാനപരമായി രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പോലും അവിടെ കിട്ടുന്നത് കൃത്യമായിട്ടുള്ള ഒരു പാഠം മാത്രമാണ്. യാത്രാ അനുഭവം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പാഠം മാത്രമാണ്. ആ പാഠം എങ്ങനെയാണ് നമ്മുടെ പൊതുബോധമായി സമരസപ്പെട്ടു പോകുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ആ പാഠത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അവിടെയാണ് അതിന്റെ ഒരു രാഷ്ട്രീയ മാനവും തെളിഞ്ഞു വരുന്നത്. ഇപ്പം കാപ്പിരികൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം പൊറ്റക്കാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിന്റെ പൊതുബോധമായിട്ട് വേണം അതിനെ നമ്മൾ കാണാനായിട്ട്, അല്ലാതെ പൊറ്റക്കാടിന്റെ ഒരു വീക്ഷണമായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്. അപ്പോൾ ഓരോ കാലവും ഓരോ യാത്രികന്റെ മനസ്സിൽ നിർമ്മിച്ചു വെക്കുന്ന ചില ബോധ തലങ്ങളുണ്ട്.
ആ ബോധതലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അയാൾ സഞ്ചരിക്കുന്ന ദേശത്തെ കാണാൻ പറ്റൂ, അയാൾ സഞ്ചരിച്ചെത്തിയിരിക്കുന്ന ദേശത്തെ ജനതയെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് അയാൾ പകർന്നു തരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം അതിനെ സമീപിക്കുമ്പോൾ ഞാൻ എന്റെ ജ്ഞാന പരിസരത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ ആഖ്യാനം ചെയ്ത ആ ദേശത്തെ വായിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിന്റെ വെളിച്ചത്തിൽ ആ ദേശം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ താരതമ്യപ്പെടുത്താനും സാധിക്കുന്നു. ഇത് ഒരിടത്തും നിൽക്കുന്ന ഒന്നല്ല, തുടർച്ചയായിട്ട് യാത്രാ വിവരണം നടത്തിയിരിക്കുന്നത്. വീണ്ടും വീണ്ടും കാലം മാറുമ്പോൾ വായിക്കുമ്പോൾ പുതിയ പുതിയ പാഠങ്ങൾ ഉണ്ടാകുന്നു, പുതിയ പുതിയ രാഷ്ട്രീയ ബോധങ്ങൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഒന്നിന്റെ ശരിയോ ഒന്നിന്റെ തെറ്റോ എന്നുള്ള രീതിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജ്ഞാന വ്യവസ്ഥ മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഒരു മാറ്റമായിട്ട് കാണുന്നതിനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ആ രീതിയിലുള്ള പഠനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു രീതിയിൽ ഒരു അക്കാദമിക് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസിദ്ധീകരണ വിഭാഗം എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ സമകാലീനത എന്താണ് എന്ന് അക്കാദമിക് സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ് എന്ന് ഞാൻ കരുതുന്നു. അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച സത്യൻ മാഷിനെ അനുമോദിക്കുന്നു. വീണ്ടും കാര്യവട്ടത്തിന്റെ പല വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രീതിയിലുള്ള സെമിനാറുകൾ നടത്തുന്നതിനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സെമിനാറിന് എല്ലാവിധ ആശംസയും ഇതിൽ എന്നെ പങ്കെടുപ്പിച്ചതിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. തന്റെ വിലപ്പെട്ട 2-3 ദിവസങ്ങള് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി മാറ്റിവെച്ച ശ്രീ നമ്മുടെ ബെന്യാമിൻ സാറിനോട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചെറിയ ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറെ ക്ഷണിക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെ ഉദ്ഘാടന സെഷനോട് അവസാനിക്കുകയാണ്. ഇനിയുള്ള സാധാരണ രീതിയിൽ സെമിനാറൊക്കെ നമ്മൾ വിളിച്ചാൽ എൻ്റെ സമയം അപ്പോഴാണെന്ന് ചോദിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പം ഞാൻ പക്ഷേ 1:30 എത്തിക്കോളാം. പക്ഷേ നാസർ പറഞ്ഞു ഞാൻ രാവിലെ തന്നെ എത്തും, കാരണം എനിക്ക് ഈ സെമിനാറിന്റെ ഭാഗമാണ്. അതുകൊണ്ട് MC അബ്ദുൽ നാസർ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. ഹക്കീം ഇത് ക്രോഡീകരിക്കാനായതുകൊണ്ട് എന്തായാലും എല്ലാം കേൾക്കണമല്ലോ. അതുകൊണ്ട് ഹക്കീം എന്തായാലും വന്നതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാം. ഷാഹിനുണ്ട്, അപ്പം മറ്റേ ടിസി ടീച്ചർ ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ ഇതിനെ അങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതിന്റെ സന്തോഷമുണ്ടല്ലോ. നമ്മള് കേവലം ഒരു ചടങ്ങായി മാറാതെ ഈ സെമിനാർ മാറി എന്നുള്ളത്, പിന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലവും. അതുകൊണ്ട് അടുത്ത സെമിനാർ ഇവിടെ തന്നെ തരുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിന് പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രിയ ടീച്ചറാണ് അതിന്റെ എഡിറ്റർ. അതും ഈ ക്യാമ്പസിൽ വെച്ച് തന്നെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യപ്പെടും. ഈ സെഷൻ അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് പ്രിയ വർഗീസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ സത്യൻ സർ, ഡോക്ടർ സീമ ജെറോം, ശ്രീ ബെന്യാമിൻ, ഡോക്ടർ എസ് നസീബ് സർ, ഡോക്ടർ CR പ്രസാദ് സർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വർഷം നടത്താനിരിക്കുന്ന സെമിനാർ പരമ്പരകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ആ സെമിനാർ പരമ്പരകളിലെ ആദ്യത്തെ സെമിനാറാണ് യാത്രയെഴുത്തിന്റെ രാഷ്ട്രീയ പാഠങ്ങൾ എന്നത്. ശ്രീ ബെന്യാമിൻ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, എഴുത്തും പരീക്ഷയും പഠനവും ഒക്കെ തമ്മിലുള്ള അകലത്തെക്കുറിച്ച്. അതുപോലെ തന്നെ യാത്രയെഴുത്തിന്റെ പഠനവും ഒക്കെ തമ്മിലും ചില ദൂരങ്ങളുണ്ട്. ഒരുപക്ഷെ
ഏത് പഠനത്തിനും ഒരു നിശ്ചിത ദൂരം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വളരെ അടുത്ത് നിന്നാൽ നമുക്കതിനെ പഠിക്കാൻ പറ്റില്ല. ഒരു നിശ്ചിത ദൂരത്തിൽ നിന്ന് മാത്രമേ ഏതൊരു വസ്തുവിനെയും വ്യക്തിയും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരുള്ളൂ. ആ നിലയ്ക്ക് പഠനത്തെയും കാഴ്ചയെയും ഒക്കെ അക്കാദമിക് തലത്തിൽ പ്രശ്നവൽക്കരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത് എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ യാത്രയെഴുത്തിന്റെ രാഷ്ട്രീയ പാഠങ്ങൾ എന്ന ഈ സെമിനാറിന് വലിയ പ്രസക്തിയുണ്ട്. യാത്ര എങ്ങനെയൊക്കെ കൂറ ലണ്ടനിൽ പോയ പോലെ എന്ന് പഴയൊരു ചൊല്ലുണ്ട്. യാത്ര അങ്ങനെയാവാം, അല്ലെങ്കിൽ ബെന്യാമിൻ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ പല പല വലിയ കാര്യങ്ങൾക്കുള്ള തുടക്കവും കൂടിയാകാം യാത്ര. വിനീത് പോളിന്റെ അടിമ കേരളത്തിന്റെ ചരിത്രം എന്ന പുസ്തകം തരകൻസ് ദന്തവരിയിലെ ഒരു കഥാപാത്രവും കൂടിയാണ് ആ പുസ്തകം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ പിന്നെ അങ്ങനെയുള്ള വലിയ പഠനങ്ങൾക്ക് കാരണമായിട്ടും യാത്ര ഭവിക്കാവുന്നതാണ്. വളരെ ഗൗരവതരമായ ഒരു അക്കാദമിക് പഠനത്തിനാണ് ഒരുപക്ഷെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും കേരള സർവകലാശാല മലയാള വിഭാഗവും ചേർന്ന് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. വളരെ കനപ്പെട്ട പ്രബന്ധങ്ങളാണ് ഈ സെമിനാറിൽ ഇനി ഇവിടെ അവതരിപ്പിക്കപ്പെടാനിരിക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ എം സത്യൻ സാറിന് ഔപചാരികതയുടെ പേരിലാണെങ്കിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയും കേരള സർവകലാശാല മലയാള വിഭാഗത്തിന് വേണ്ടിയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ സെമിനാർ പരമ്പരകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ ബെന്യാമിന് കേരള ഭാഷ ഇവിടെ സൂചിപ്പിച്ചു, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ഷണം സ്വീകരിച്ച് കുറച്ച് ദിവസങ്ങളായി തന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി തന്റെ സമയം മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആഫ്രിക്കൻ യാത്രകളുടെ സാംസ്കാരിക ദൂരങ്ങൾ എന്ന അബ്ദുൾ ഹക്കീം സാറിന്റെ പുസ്തക പ്രകാശനത്തിനായി കഴിഞ്ഞ ശനിയാഴ്ച തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിനും ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനും അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയാണ്. ഈ ഇങ്ങനെയൊരു പരിപാടി കേരള സർവകലാശാലയിൽ വെച്ച് നടത്താൻ നിമിത്തവും സഹകരണവും ഒക്കെ ആയത് ഒരുപക്ഷെ മലയാള വിഭാഗത്തിന്റെ അധ്യക്ഷ ഡോക്ടർ സീമ ജെറോമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും കേരള സർവകലാശാലയും തമ്മിലുള്ള ഒരു സഹകരണം എന്ന് പറയുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും സാമൂഹ്യ ഉത്തരവാദിത്തം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിർവഹിക്കാൻ സഹായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ഡോക്ടർ സീമ ജെറോമിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പഠനത്തിലുള്ള അകലം ഒരുപക്ഷെ സർവകലാശാലകൾക്കും അക്കാദമിക് രംഗത്തിനും പൊതുവിൽ മറ്റു പലതിനോടും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതില്ലാതെ സൂക്ഷിക്കുന്ന ഊർജവാഹിയായ ധമനികളാണ് ഒരുപക്ഷെ പിന്നെ സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം സിൻഡിക്കേറ്റുകൾ എന്ന് നമുക്കറിയാം. കേരള സർവകലാശാലയുടെ A++ എന്ന തിളങ്ങുന്ന നേട്ടത്തിന് പിന്നിൽ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് വഹിച്ച പങ്കിനെ കുറിച്ച് അധ്യാപകരായ സുഹൃത്തുക്കൾ പറയുന്നത് പോലും ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ എസ് നസീബ് സാറിന് ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. കേരള പഠന വിഭാഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ സിആർ പ്രസാദ് സാർ മുൻപും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഡോക്ടർ സിആർ പ്രസാദ് സാറിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി വരുന്ന സെമിനാർ സെഷനുകളെ ഊർജ്ജസ്വലമാക്കാൻ, ചോദ്യങ്ങൾ കൊണ്ട്, സംശയങ്ങൾ കൊണ്ട്, ഇടപെടൽ കൊണ്ട് സജീവമാക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ശ്രീ സജി മാർക്കോസ് സർ, സന്തോഷ് കുമാർ സർ, ശിവദാസൻ സർ, അബ്ദുൾ ഹക്കീം സർ ഇവരൊക്കെ ഇവിടെയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യ ഉദ്ഘാടന സെഷൻ അവസാനിച്ചത്.